കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സത്യാഗ്രഹ സമരത്തിന് തുടക്കമാവുകയാണ്. രക്തസാക്ഷി മണ്ഡപത്തിലാണ് പരിപാടി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഇടതുമുന്നണി പ്രതിനിധികളും ഇപ്പോൾ വേദിയിലെത്തിയിട്ടുണ്ട്. മന്ത്രിമാര് എല്ലാവരെയും തന്നെ നമുക്ക് അവിടെ കാണാം. ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുണ്ട്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തെ വലയ്ക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ, കേരളത്തെ ഞെരുക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്ക് കേന്ദ്രം കേരളത്തിന് നേരെ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന സത്യാഗ്രഹമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. പാർട്ടി സെക്രട്ടറി ഉണ്ട്, CPI മന്ത്രിമാരുമുണ്ട്, CPI നേതാക്കളുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാരെല്ലാവരും, ഒരു ക്യാബിനറ്റ് തന്നെ നമുക്ക് വേദിയിൽ കാണാൻ സാധിക്കും. മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളും ഇപ്പോൾ വേദിയിലേക്ക്, ഏറെക്കുറെ മുഴുവൻ അംഗങ്ങളും വേദിയിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് കാണാം. ഒപ്പം പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷുണ്ട്. ബിനോയ് വിശ്വം അല്പസമയത്തിനുള്ളിൽ അവിടേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ മന്ത്രിമാര് എല്ലാം കാണാം. റോഷി പാലുണ്ട്. റോഷി, മുഖ്യമന്ത്രി എത്തിച്ചേർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അധികം വൈകാതെ തുടങ്ങും അല്ലേ? അരുൺകുമാർ, അല്പസമയത്തിനകം തന്നെ ഈ സമരം, നിരാഹാര സത്യാഗ്രഹ സമരം ആരംഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഏകദിന സമരമാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, അത് വിവിധ നയങ്ങളാണ്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മറ്റ് നിലപാടുകൾ, പല നിലപാടുകളും അത് സംസ്ഥാനത്തിന് എതിരാകുന്നു, അടിസ്ഥാനപരമായി എതിരാകുന്നു. അത് നേരത്തെ സജി ചെറിയാനൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ഉൾപ്പെടെ കേന്ദ്രം സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സമീപനമാണ് എന്ന് തന്നെയാണ്. ഇതൊക്കെ സർക്കാരിന്, കേന്ദ്രത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അതൊന്നും പരിഗണിച്ചില്ല, പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. ധനമന്ത്രി തന്നെ പലവട്ടം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ട് കണ്ട ഈ കാര്യങ്ങൾ, അവകാശപ്പെട്ട പണം പോലും തരുന്നില്ല എന്ന് രേഖാമൂലം അറിയിച്ചതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പോലും കേന്ദ്രമന്ത്രിയെ കണ്ടു, കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ടതാണ്. പലതവണ കൂടിക്കാഴ്ച നടത്തുമ്പോഴും ഒരു തരത്തിലും പോസിറ്റീവായ സമീപനം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഈ സമരത്തിന് ആധാരമാകുന്നത്. നേരത്തെ ദില്ലിയിൽ സമരം നടത്തി, അങ്ങനെ ദില്ലിയിൽ സമരം നടത്തിയപ്പോഴും പരിഹാരമുണ്ടാകുന്നില്ല. പലവട്ടം കത്തുകൾ എഴുതുന്നു, എന്നിട്ടും ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല. അങ്ങനെയാണ് മടങ്ങി വരാം. ഇപ്പോൾ ബിനോയ് വിശ്വം കൂടി അവിടെ അല്പസമയത്തുള്ളിൽ എത്തിച്ചേരുമെന്ന് കരുതുന്നു. MP-മാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്, CPM പ്രവർത്തകരെയും CPI പ്രതിനിധികളെയും LDF-ന്റെ പ്രവർത്തകരെയും ഒക്കെ പ്രേക്ഷകർക്ക് വേദിയിൽ കാണാം. നമുക്ക് മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴേക്കും മടങ്ങി വരാം. റോഷി പാലും റഹീസ് റഷീദുമാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ചേരുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ